ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ സാരി കളക്ഷൻസ് ആണ് കേട്ടോ. ആരുടെ സാരി കളക്ഷൻസാണ്? എൻ്റെ അല്ല, അമ്മയുടെ സാരി കളക്ഷൻസ്. അമ്മയ്ക്ക് പണ്ട് മുതലേ സാരീസ് ഒരു വീക്ക്നെസ് ആണ്. പല പല ഡിസൈൻസിലുള്ള സാരീസൊക്കെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. നന്നായി സാരി ഉടുക്കുകയും ചെയ്യും. അപ്പം ഇപ്പം അത്രയ്ക്കൊന്നും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. മുമ്പ് അമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പണ്ട് മുതലേ എപ്പോഴും കോട്ടൺ സാരിയാണ് കൂടുതൽ ഉടുക്കാറുള്ളത് കേട്ടോ. അപ്പം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് സാരികളൊന്നും കണ്ടാലോ? അല്ല, എൻ്റെ സാരീസ് മക്കളെടുത്ത് തന്നതുണ്ട്, ഹസ്ബൻഡ് എടുത്ത് തന്നതുണ്ട്, ഒക്കെ ഉണ്ട്. പണ്ട് മുതലേ കോട്ടൺ സാരിയായിരുന്നു എനിക്ക് ക്രൈസ് കേട്ടോ. പക്ഷെ ഇപ്പൊ പ്രായമൊക്കെ ചെന്ന് വരുന്നപ്പോൾ സാരി കഞ്ഞി മുക്കണം, കഞ്ഞി തേക്കണം, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിപ്പോൾ കോട്ടൺ സാരി അധികം യൂസ് ചെയ്യുന്നില്ല. എപ്പോഴും ഉടുക്കാവുന്ന തരത്തിലുള്ള സാരീസാണ് ഞാനിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സാരികളൊക്കെ ഷോർട്സിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. എങ്കിലും സാരി കാണിക്കുമ്പോൾ അത് കാണിക്കണമല്ലോ, നമ്മൾ കാണിക്കാം. അപ്പോൾ ഈ സാരി നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഷോർട്സിലൊക്കെ. ഇത് കണ്ടിട്ടുണ്ടല്ലോ. അതായത് പിന്നെന്തെന്ന് വെച്ചാൽ ഞാൻ ആഭരണമൊന്നും യൂസ് ചെയ്യില്ല, നിങ്ങൾക്കറിയാമല്ലോ. കൂടുതൽ ഞാൻ പള്ളിയിൽ വെള്ള സാരിയൊക്കെയാണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ എല്ലാം കൊടുത്തിടും. അപ്പം അങ്ങനെ ഞാൻ ആശിച്ച് മോഹിച്ച് ഇതൊക്കെ പശയൊക്കെ മുക്കി തേച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാം ഉടുക്കും, വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സാരിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിസൈൻ, വൈറ്റിൽ തന്നെ ഈ ഡിസൈൻ, ഈ പൂക്കൾ, എംബ്രോയിഡറി അല്ലേ, ത്രെഡ് വർക്ക് എന്ന് പറയുമോ? ഞാൻ നേരത്തെ പിന്നെ ആ സാരി ഷോപ്പിൽ ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി മേടിച്ച സാരിയാണത്. ഇത് പശയൊക്കെ മുക്കി തേച്ചെടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ സാരി. അപ്പൊ ഇത് പക്ക കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ കൂടെ വൈറ്റ് ബ്ലൗസ് അല്ലേ ഇടുള്ളൂ? ഇതിന്റെ കൂടെ വൈറ്റ് ബ്ലൗസ് ഇടത്തില്ലല്ലോ, കളർ ബ്ലൗസ് ഒന്നും ഇടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടൺ സാരിയാണേ, വെള്ള. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിനിങ്ങനെ ഗോൾഡ് ബോർഡർ വന്നിട്ട് കണ്ടോ, നല്ല ഗോൾഡ് ബോർഡർ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ല എംബ്രോയിഡറി വർക്ക് നീല. ഇതിന് ഞാൻ നീല വെൽവെറ്റ് ബ്ലൗസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല രസമുള്ള സാരിയാണ് അത്. പിന്നെ ഇതെല്ലാം ബർത്ത്ഡേക്ക് മക്കളെടുത്ത് തരുന്നു. ഇത് അപ്പൊ ഇതിന് കൂടുതൽ ബോർഡർ സാരി, ബോർഡർ. പക്ഷെ ഈ സാരി എടുത്തു കൊടുത്തല്ലേ? ഇത് മോളെടുത്ത് തന്നെയാണ്. ഈ സാരിക്ക് കുറെ വർഷം ഞാനങ്ങനെ അധികം ഉടുക്കൂല. ആ സമയങ്ങളിൽ എടുത്തപ്പോൾ ഒരുപാട് ഉടുത്തു. പക്ഷെ ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ലാത്ത കോൺട്രാസ്റ്റ് എന്ന് പറയാനും പറ്റൂല. ഈ സാരി നിങ്ങൾ കണ്ടല്ല, ഇതിന്റെ ബോർഡർ ഇങ്ങനെ വരുന്ന ഈ ഒരു ബോർഡറാണ് ഇതിനുള്ളത്. പക്ഷെ ഇതിന് വിത്ത് ബ്ലൗസ് അവർ തന്നേക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻ വരുന്ന, ഒരു പീകോക്ക് കളർ ലൈൻ വരുന്ന ഒരു യാതൊരു ബന്ധമില്ലാത്ത ബ്ലൗസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളർ, ഗോൾഡൻ കളർ ബ്ലൗസാണ് ഈ സാരിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു സാരി, ഓരോ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിതാ ഇങ്ങനെ വരുന്ന ഈ ചെറിയ പുള്ളികൾ ചെറിയൊരു തിളക്കത്തോടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് നല്ലൊരു ഡിസൈൻ ആണ്. ഇത് ഇപ്പം ഇങ്ങനെ കഴുകി മെറ്റീരിയൽ ഇങ്ങനെ ആയതാണ്. പക്ഷെ വാങ്ങിയപ്പോ നല്ല ഗ്ലേസിംഗ് ആയിരുന്നു. നല്ല ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 2 കളർ വരുന്ന ബ്ലൗസ്, ഈ റെഡ് അല്ലെങ്കിൽ ഈ റെഡും ഗ്രീനും ചേർന്ന ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഞാൻ അതാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പിന്നെ സ്ഥിരമാണല്ലോ, നിങ്ങളെല്ലാവരും കാണുന്ന നമ്മുടെ ചുങ്കിടി സാരി. ചുങ്കിടി സാരികളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന സാരിയാണ്, ഞാൻ ഒത്തിരി ഇതിനെ പറ്റി പറയുന്നില്ല. ഇത് മുഴുവൻ മിനുക്കാണ്. അത് കാരണം നമ്മുടെ വീട്ടിലെ ഈ സാരിയിലുള്ള ഈ മിനുക്ക് പുള്ളി കാരണം ഈ വീട്ടിലുള്ള ഈ സാരി വെളിയിലെടുക്കുമ്പോ എല്ലാവരുടെ തലയിലും ഡ്രസ്സിലും ഒക്കെ മിനുക്കാണ്. അപ്പൊ അതുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ചുങ്കിടി ബ്ലൗസാണ്, ഈ മെറൂൺ കളറിൽ ചുങ്കിടി ഡിസൈൻ വരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇത് ഇത് എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തൊരു സാരിയാണ്. ഇതും അതുപോലെ തന്നെ ഇത്രയും വീതിയുള്ള ബോർഡർ ഇതിനുണ്ട് കേട്ടോ. ഇത്രയും വീതിയുള്ള ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്ട ഇത്ര. പക്ഷേ ഗൈസ് ഈ സാരി അല്ല ബോർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഈ സാരിക്കൊരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകാൻ മറ്റേ ബാക്ക് ഓപ്പൺ ബ്ലൗസൊക്കെ അടിപൊളിയായിട്ട് തച്ച് ഞാൻ സാരി ഉടുക്കുന്നതിന് മുന്നേ ഞാൻ പുത്തൻ സാരി സാധാരണ ഞാൻ തേക്കാറില്ല. പക്ഷെ ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് തേച്ച് കളയാം, കല്യാണത്തിന് പോകുമല്ലോ. ഗൈസ് ഞാൻ കല്യാണത്തിന് പോകാൻ റെഡിയായി സാരി തേച്ചപ്പോഴത്തേക്കും സാരിയുടെ ഒരു ഭാഗം അയൺ ബോക്സിലിരിക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ഇത് ഉടുത്തോണ്ട് പോയത് കല്യാണത്തിന്. കണ്ടല്ലോ ഇങ്ങനെ ഇത്രയും ഭാഗം പോയായിരുന്നു. അപ്പൊ ഈ സാരി അങ്ങനെ. ഇത് എൻ്റെ ഒരു റിലേറ്റീവിന് ഓൺലൈൻ സാരിയുടെ ബിസിനസ് ഉണ്ട്. അപ്പം അവളെന്നും എന്നോട് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അവൾക്കൊരു 10 പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ നിന്ന് അവൾക്ക് പൈസ കൊടുത്തിട്ട് ഓൺലൈൻ വഴി എനിക്ക് കിട്ടിയ സാരിയാണ് ഇത്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല എനിക്ക്, കാരണം ഇത് അത്ര കംഫർട്ടല്ല, അഴിഞ്ഞു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ ഇല്ല. ഈ സാരിയൊക്കെ ഇത്രയും ഹെവി വർക്ക്, നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഇപ്പോഴങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചേക്കുള്ളൂ. നല്ല ബോർഡറൊക്കെ ആയിട്ടുള്ള നല്ല വെയിറ്റാണ് ഈ സാരി. ബാക്കിൽ ഇങ്ങനത്തെ നല്ല വർക്കും ഡിസൈനും ഉണ്ട് കണ്ടോ ഈ സാരി ഉണ്ടല്ലോ. പിന്നെ ഈ സാരി ഞാൻ ഒരുപാട് ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 വർഷമോ 8 വർഷമോ എങ്ങോണ്ടായി ഇന്ന് വരെ. ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വട്ടത്തിലുള്ള ഈ ഗോൾഡൻ ഡിസൈൻ ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അതിൻ്റെ തിളക്കത്തിന് എനിക്ക് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉടുത്തിട്ടുണ്ട്. രാത്രിയൊക്കെ റിസപ്ഷനൊക്കെ പോകുമ്പോൾ, കല്യാണ റിസപ്ഷനൊക്കെ പോകുമ്പോൾ ഈ സാരി എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കും. ഇങ്ങനെ നമ്മൾ വൺ സൈഡ് ഇട്ട് ഉടുക്കുമ്പോഴത്തേക്കും വൺ സൈഡ് ഇടേണ്ട സാരി, വൺ സൈഡിലാണ് ഈ സാരി വൺ സൈഡ് വരുമ്പോഴേ ഈ ഡിസൈൻ മൊത്തത്തിൽ കാണുള്ളൂ. അപ്പൊ ഷോൾഡറിന്റെ ആ ഭാഗത്ത് തന്നെ ഈ ഡിസൈൻ വരും അല്ലേ? വരും. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു വർക്കുണ്ട് ഉണ്ടോ, ഗോൾഡ് ഡിസൈൻ. അപ്പൊ അത്രയും എനിക്ക് ഇഷ്ടമുള്ളൊരു സാരിയാണിത്. അതിങ്ങനെ ഇതെനിക്ക് ഏറ്റവും സ്പെഷ്യലാണ്. ഈ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സാരിക്ക് 8 വർഷത്തെ പഴക്കം. 9 വർഷം കഴിഞ്ഞു. ഇത് എന്റെ മോളുടെ കല്യാണത്തിന് കെട്ട് സമയത്ത് ഞാൻ ഉടുത്ത സാരി. ഞങ്ങളുടെ വീട്ടുകാരെല്ലാരും ഇതുപോലെ എല്ലാവരും ഒരുപോലത്തെ. അത് ഞാനൊരു ദിവസം മോളുടെ കല്യാണ ആൽബം കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഒരുപോലെ ഉടുത്തു നിന്ന സാരിയാണ് ഈ സാരി. അപ്പോൾ സ്പെഷ്യലാണ് ഈ സാരി. അപ്പോൾ അതിന് ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ലീഫിന്റെ പടമൊക്കെ വന്നിട്ട് ഗോൾഡ് വർക്ക്. അതങ്ങനെയുള്ള സാരി. പിന്നെ സാരികൾ എപ്പോഴും എനിക്ക് ക്രൈസാണ് കേട്ടോ. ഇത് ലിനൻ എന്ന് പറയുന്ന സാരി ഉണ്ടല്ലോ, ലിനൻ സാരി. ലിനൻ തുണിയില് ഇങ്ങനെ റോസാപ്പൂക്കൾ വർക്ക് വരുന്ന സൂപ്പർ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇത് എടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സാരി ഞാൻ എവിടെ ഉടുത്തോണ്ട് പോയാലും എല്ലാരും ഇതിന്റെ വില ചോദിക്കുമായിരുന്നു. കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പൊ ഇത് കുറച്ച് പഴകി നല്ല ഭംഗിയായിരുന്നു. നല്ല ലിനൻ തുണിയിലുള്ള ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങള് പിന്നെ ഒരു എക്സിബിഷൻ കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ അവര് ഇങ്ങനെ ഡിസൈൻ വിടർത്തി ഇങ്ങനെ പിൻ ചെയ്തിട്ടേക്കുന്ന കണ്ടപ്പോ എനിക്ക് അപ്പൊ തന്നെ എനിക്കത് വാങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിച്ച സാരിയാണ്. അതങ്ങനെ. പിന്നെ ഈ സാരി ഇത് നമ്മളൊരു ഇതൊരു ലക്കിന് കിട്ടിയതാണെന്ന് പറയാം. കാരണം നമ്മള് ഈ സാരിയുടെ ഡിസൈൻ കണ്ട സമയത്ത് ഞാനും കൂടെ പോയാണ് വാങ്ങിയത്. നമ്മൾ വിചാരിച്ചു ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വിചാരിച്ച ഈ സാരി. പക്ഷേ ഭയങ്കര കുറവാണ് ഇതിന്റെ വില. ആ ഒരു വിലക്ക് കിട്ടുമെന്ന് നമ്മള് വിചാരിച്ചതേ ഇല്ല.
സത്യം പറഞ്ഞാൽ അന്ന് അവരവിടെ മടക്കി വെച്ചത് ഞങ്ങൾ ഇതിന് 2000 വിചാരിച്ചു. അതെ, പക്ഷേ ലോ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാരി, അതായത് വെറും 450 രൂപ കിട്ടിയ ഒരു അത്രയ്ക്കും ലക്കായിട്ട് കിട്ടിയ ഒരു സാരിയാണ്. എന്നാ ഇത് നല്ല ഷൈനിങ് ഒക്കെ ഉള്ള സാരിയാണ്. പിന്നെ നമ്മുടെ ഇതിന് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു സാരി, ഇതിനിങ്ങനെ ഗോൾഡ് ഇങ്ങനെ വട്ടം വർക്കൊക്കെ ഉണ്ട്. ഇതിന് ബ്ലൂ കളർ ബ്ലൗസ്, ഇത് ഡാർക്ക് ബ്ലൂവിന്റെ ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഹെവി വർക്കുള്ളതാണ്. ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ മടക്കി ഇങ്ങനെ ചിക്കുള്ളൂ. അതുകൊണ്ടോ ഇതിനകത്ത് വയലറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത വർക്കുള്ള സാരിയാണ്. നല്ല ബോർഡർ, പക്ഷേ ഭയങ്കര വെയിറ്റ് ആണ്. ഞാൻ അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇതൊക്കെ ഞാൻ പിന്നെ മടക്കി അങ്ങ് വെച്ച്, ഇത് പിന്നെ ഞാൻ ലൈവിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് സാധാ കോട്ടൺ സാരി. പിന്നെ ഈ സാരി നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ, നമ്മുടെ സ്പ്രിങ് എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്ന സാരി. ഇത് പിന്നെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം ഇതങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. വെയിറ്റ്ലെസ് ആണ് ഇത് കേട്ടോ. നല്ല സാരിയാണ് ഇത്. ഞാൻ കല്യാണത്തിനും എല്ലാം പോകുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞ് തേച്ച് മടക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. എപ്പോഴും ഞാനിത് യൂസ് ചെയ്യൊന്നുമില്ല. അതുപോലെ സാരി എനിക്കിഷ്ടമാണ്. നല്ലൊരു സാരിയാണ്. നല്ല ഡാർക്ക് ബ്ലൂവും ഗോൾഡനും. അതുപോലെ തന്നെ ഈ സാരി എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതിന്റെ ബോർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പൂക്കൾ വന്നിട്ട് നല്ല വീതിയുള്ള ഗോൾഡൻ. സാധാരണ സെറ്റ് സാരി അല്ല ഇത്, ശരിക്കും ആ ഒരു മെറ്റീരിയൽ അല്ല. സെറ്റ് സാരി അല്ല കേട്ടോ. സെറ്റ് സാരിയുടെ ഡിസൈൻ ആണ്, പക്ഷെ ക്ലോത്ത് അതല്ല. ഇതിനകത്ത് കണ്ടോ ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഈ സാരിയുടെ ബോർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല സൂപ്പർ ബോർഡറാണ് കേട്ടോ. ഇത് ഞങ്ങള് കേരള പിറവിക്കാൻ ഓണത്തിന് അങ്ങോട്ട് ഞങ്ങള് കൊടുത്തിട്ടുള്ളു. ഈ സാരിയുടെ ഈ ബോർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതങ്ങനെ ഒരു സാരി. അടുത്ത് ഈ സാരി, ഇത് എൻ്റെ യാഷ്മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത സാരിയാണ്. ഇതിന് വില ചോദിക്കാത്ത ആൾക്കാരില്ല. കാരണം അത്രയും ഇത് നമുക്ക് കോംബോ ഓഫർ അല്ലേ? കോംബോ ഓഫറിൽ വാങ്ങിയതാണ്. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഒരു പച്ച കളർ. അതൊക്കെ ചീത്ത. പക്ഷെ ഈ സാരി എന്ന് പറഞ്ഞാൽ ഇത് 2 കളറായിട്ടാണ്. പക്ഷെ ബർത്ത്ഡേക്ക് ഇത് ഞാനാണ് ഉടുത്തത് ഗൈസ്. അതാണ് പച്ച അമ്മ എടുത്തു. അതെ, 2 എണ്ണം കിട്ടിയപ്പോഴത്തേക്ക്. പക്ഷെ ഇതിനുണ്ടല്ലോ, ഇത് 2 കളറായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട് മറുവശം ഇങ്ങനെ ഒരു ആഷ് കളറ്, പിന്നെ ഈ വാടാമുല്ല എന്ന് പറയുന്ന കളറ് ഓറഞ്ച് മിക്സഡ് ആണ്. നല്ല ഷൈനിങ് ഉള്ള ഒരു സാരിയാണ്. ഇങ്ങനെ ഈ സാരി. അടുത്തൊരു സാരി എന്ന് പറഞ്ഞാല് ഇത് പട്ടല്ല കേട്ടോ. ഇത് പട്ടിന്റെ സാരി ഒന്നുമല്ല. ഇതൊരു വെയിറ്റ്ലെസ് പട്ടിന്റെ മോഡലുള്ള ഒരു സാരി. കണ്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ സാരി. ഇത് പട്ടിന്റെ മോഡൽ വരുന്ന സാരിയാണ്. വെയിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാരി. ഇത് മുന്താണിയല്ലേ? ഇത് മുന്താണി. ബോഡി കാണിക്കാം. പിന്നെ അതും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ. ഇത് തന്നെയാണ് ഇതിന്റെ ഡിസൈൻ. പിന്നെ അടുത്ത് കാണിക്കുന്നത് ഡാർക്ക് ബ്ലൂ സാരി തന്നെയാണ്. ഇതും നിങ്ങൾ വീഡിയോയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു ഗോൾഡ് ബോർഡർ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് ഇതിനെപ്പറ്റി പിന്നെ കൂടുതൽ പറയുന്നില്ല. അടുത്ത സാരി എന്ന് പറയുന്നത് ഒരു ക്രീം കളറിൽ ഇങ്ങനെ ബോർഡർ വരുന്ന സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെറൂൺ കളർ ബ്ലൗസാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്.
പക്ഷെ ഇതിന്റെ അകത്ത് കണ്ടോ ഇങ്ങനെ ഒരു വർക്കുണ്ട്. ആ ത്രികോണ ഷേപ്പിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഈ ബോർഡർ അതുപോലെ തന്നെ. എനിക്ക് ഈ ബോർഡർ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ആപ്റ്റായിട്ട് ഉണ്ടെന്ന് തോന്നിയാലേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു സാരി. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം പരിചയം ഉള്ള സാരിയാണല്ലോ. സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാരി. ഈ സാരി ഇതുപോലെ നമ്മളല്ലേ മക്കളെ, ഞങ്ങള് കേരള പിറവിക്ക് നവംബർ 1 കൊടുക്കാൻ വേണ്ടിയിട്ട് സാരി തിരക്കി പോയപ്പോഴത്തേക്ക് ഞങ്ങള് സെറ്റ് സാരിയാണ് ഞങ്ങള് മേടിക്കാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് ഇതിന്റെ പ്രൈസ് പോലും ഇതില് കൊടുത്തിട്ടില്ല. അവര് സ്റ്റോക്ക് കൊണ്ട് അവിടെ ഇറക്കിയിട്ടേ ഉള്ളു. അവര് പ്രൈസ് പോലും വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റിലെ എനിക്കാണ് തന്നത്. നമുക്ക് തന്നപ്പോ ഒരു പ്രൈസ് വച്ച് തന്നു. തന്നപ്പോ പ്രൈസ് വെച്ച് തന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങള് എല്ലാരും എടുക്കുന്ന പോലെ സെറ്റ് സാരി എടുക്കാൻ പോയപ്പോ ഞങ്ങൾക്കൊരു വെറൈറ്റി സെറ്റ് സാരി കിട്ടി. ഇങ്ങനെ ലൈനിങ്, ഇങ്ങനെ ലൈൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ, വെറൈറ്റി സെറ്റ് സാരിയാണ് കേട്ടോ. ഇത് അപ്പൊ ഇത് കണ്ടല്ലോ, ഇങ്ങനെ വരും ഇതിന്റെ ബോർഡറൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ വരും. ഇത് വീഡിയോയിൽ നിങ്ങൾ കണ്ട സാരിയാണ്. അത് പിന്നെ ഇപ്പൊ ഇത് ചുങ്കിടി സാരിയാണ്. ഇതിപ്പോ അടുത്ത് ഞാൻ ഒരു ഷോർട്സ് ഇട്ടയിൽ നിങ്ങളെല്ലാരും കണ്ടല്ലോ, ഇളയച്ചന്റെ വീട് പാലുകാച്ചിൽ പോയപ്പോ അതിന് വേണ്ടി അമ്മയുടെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. മെറൂൺ അല്ലെങ്കിൽ കോഫി ബ്രൗൺ, ഇത് രണ്ടുമാണ് ഫേവറേറ്റ് കളർ. എപ്പോ സാരി എടുക്കാൻ പോയാലും മെറൂണില് നമുക്ക് പ്രത്യേക ഒരു ക്രൈസ് ആണല്ലോ. മെറൂണിലെ ഡിസൈൻസ് ഭയങ്കര അട്രാക്ഷൻ ആണ്. ഒന്നുകിൽ എടുത്ത് അത് തന്നെ വീണ്ടും എടുക്കും ഞാൻ. ഇത് നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടു. ഇതിന് തന്നെ ഇങ്ങനെ ഇത് തന്നെ ഇത്രയും വീതിയുള്ള ബോർഡർ ആയിട്ടൊക്കെ ഉള്ള സാരി. അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ ഒരു ചുങ്കിടി സാരിയും കൂടെ ഡാർക്ക് ബ്ലൂവില് എടുത്തിട്ടുണ്ട്. അത് ബ്ലൗസ് തയ്ച്ച് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കടയിൽ കൊടുത്തേക്കാണ്. അപ്പൊ അതൊരു ദിവസം വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെയുള്ള സാരി, ഇത് എന്ത് തുണിയാണെന്ന് എനിക്കറിയില്ല. പട്ടാണോ പോളി കോട്ടൺ ആണോ ഒന്നും അറിയാൻ വയ്യ. പക്ഷേ ഇതിന്റെ വർക്കെന്ന് പറയുന്നത് സൂപ്പർ വർക്കാണ്. എംബ്രോയിഡറി അല്ലേ? ഇതുപോലെ ഇങ്ങനെ. ഇതിന് ഞാൻ ഓറഞ്ച് കളർ ബ്ലൗസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് ഞാൻ യൂസ് ചെയ്യും. ഞാൻ സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ അതിന്റെ കളറിനനുസരിച്ച് 2 കളർ ചേർത്ത് ബ്ലൗസൊക്കെ തയ്ക്കാറാണ് പതിവ്. ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കോട്ടൺ സാരിയാണ്. പക്ഷേ കഞ്ഞിപ്പശ മുക്കാനൊക്കെ തേക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചേക്കും. ഇതും മോള് വാങ്ങിച്ചെന്നോ. ഇത് സവോളയുടെ കളർ ഉള്ള സാരിയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അടുത്തത് പിന്നെ ഈ സാരിയാണ്. ഇത് ഖദർ സാരിയാണ്. ഖദറില് നിറച്ച് വർക്കുള്ള ഈ സാരി നിങ്ങൾ സ്ഥിരം ഞാൻ വീഡിയോയിലൊക്കെ കാണുന്ന സാരി തന്നെയാണ്. പിന്നെ അതിനിങ്ങനെയുള്ള ബോർഡർ ഉണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എപ്പോഴും കാണുന്നല്ലോ എല്ലാവരും. ഇതൊരു ട്രഡീഷണൽ കോട്ടൺ സാരിയാണ്. നല്ല ആഭരണമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല സൂപ്പറായിട്ട് ചേരുന്നതാണ്. നല്ല സാരിയാണ്, നല്ല ബോർഡർ. എനിക്കിത് ഞാനിതുവരെ ഇതിന്റെ ഈ ബോർഡർ ചേർത്ത് ബ്ലൗസ് തയ്പ്പിച്ചിട്ടില്ല. തയ്ക്കണമെന്ന് ഉടൻ തയ്ക്കുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ ഉടൻ തന്നെ തയ്ക്കുന്നത് അല്ല, എനിക്കെന്തോ ഞാനിതിന് പ്ലെയിൻ കളർ ബ്ലൗസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോ തീർന്നിട്ടില്ല. ഒരു 4-5 സാരി ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 2 ഞാനിപ്പോ വാഷിംഗ് മെഷീനിൽ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതിന് ശേഷമാണല്ലോ വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത്. അപ്പൊ അങ്ങനെ അത് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഡിയോ തുടങ്ങിയപ്പോ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു സാരിയുടെ കാര്യം. എന്താണെന്നറിയാമോ? ഇതാണ് ഗൈസ് എന്റെ കല്യാണ സാരി. ഇത്രയും എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. സത്യം പറഞ്ഞ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവര് പുനലൂർ പത്മാസ് ടെക്സ്റ്റൈൽസിൽ നിന്ന്
അന്നത്തെ 10-32 വർഷത്തിന് മുമ്പ് അന്നത്തെ രീതിയിലേക്ക് വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് കാഞ്ചീപുരം സാരിയാണിത്. പക്ഷേ ഗൈസ് ഇതിന് എന്ത് പറ്റിയെന്ന് കേട്ടാൽ, അപ്പം ഞങ്ങൾ അന്നൊക്കെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഓരോരുത്തർ നമ്മളെ വിരുന്ന് വിളിക്കുമല്ലോ. അപ്പം വിരുന്ന് വിളിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കല്യാണ സാരി നമ്മൾ ഉടുത്ത് ചെല്ലണം. അതാണ് വിരുന്ന് വിളിക്കുന്നവർക്ക് കാണാൻ ഇഷ്ടം. നമ്മളത് മാറി കൊടുത്ത് നമ്മൾ എൻ്റെ കല്യാണ സാരി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നമ്മുടെ കല്യാണ സാരി തന്നെ വിരുന്നിന് ഉടുത്തുകൊണ്ട് പോകും. കുറേ സ്ഥലത്ത് വിരുന്ന് പോയിട്ടുണ്ട്. അങ്ങനെ വിരുന്ന് പോയി എനിക്ക് തോന്നി ഈ സാരിയിൽ നിറയെ അഴുക്കായി. ഈ സാരി ഇനി കഴുകാതിരുന്നാൽ എങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ പുനലൂര് ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ നിറച്ച് നല്ല പാറയുണ്ട്, തോടുണ്ട്. ഞാനൊരു നട്ടുച്ചയ്ക്ക് ഗൈസ് ഞാൻ പോയി ചെന്ന് ഈ സാരി തോട്ടിലെ വെള്ളത്തിൽ മുക്കി പാറയിൽ നന്നായിട്ട് അടിച്ച് കഴുകി ഞാൻ നല്ല നട്ടുച്ച വെയിലത്ത് പഴുത്ത് കിടക്കുന്ന പാറയിൽ അങ്ങ് വിരിച്ചിട്ടിട്ട് വൈകിട്ട് ഞാൻ സാരി ഉണക്കി എടുക്കാൻ ചെന്നപ്പോ സാരിയുടെ പാറ പാചകം ചെയ്തു വെച്ചിരുന്നു സാരി എല്ലാം കൂടെ ചുരുണ്ട് ചുരുണ്ട് വല്ലാത്ത അവസ്ഥയിലായി. അപ്പൊ ഈ ചുരുളം എങ്ങനെ ഒന്ന് നിവർക്കണം, ഇനി എവിടെയെങ്കിലും എടുത്തോണ്ട് പോയാലോ എന്ന് പറഞ്ഞ് ആ പാറയുടെ മുകളിൽ കിടന്ന് നന്നായിട്ട് ചൂട് പിടിച്ചല്ലേ ഈ സാരി, അതുകൊണ്ട് വന്ന് ഞാൻ തേച്ച് ഗൈസ് നിവർക്കാൻ എന്റെ കല്യാണ സാരി. എന്നാലും സമ്മതിക്കണം, ഇത്രയും വർഷം ഈ രീതിയിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെച്ചല്ലോ. എന്റെ കല്യാണ സാരി എങ്ങനെയായി, എന്റെ കല്യാണവും സാരി ഇങ്ങനെയായി, കല്യാണം അങ്ങനെയായി, കുടുംബ ജീവിതവും ഇങ്ങനെയായി. പക്ഷെ ഇപ്പൊ ദൈവകൃപയാൽ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഇതാണ് എന്റെ സാരി കഥ. എന്റെ സാരികളുടെ ഒരു കളക്ഷൻ നിങ്ങൾ കണ്ടു, എന്റെ സാരി കഥയും നിങ്ങൾ കേട്ടു. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.